ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് സുവിശേഷത്തിലെ വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിലെ 38-ാം തിരുവചനം വായിക്കാം. വചനത്തിൽ ഇങ്ങനെ പറയുന്നു: കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടു തരും, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഈ രോഗമൊന്നും മാറിക്കിട്ടിയാൽ ഞാൻ വിശ്വസിക്കാം. ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടാൽ പിന്നെ ഞാൻ ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കാം. എനിക്കൊരു ജോലി കിട്ടിയാൽ, എനിക്കൊരു ലോട്ടറി അടിച്ചാൽ, ഈ കല്യാണം നടന്നാൽ, ഇങ്ങനെ പലതും സംഭവിച്ചാൽ പിന്നെ ഞാൻ എല്ലാം മറന്ന് ദൈവിക കാര്യങ്ങൾക്കായി എൻ്റെ ഭാവി സമർപ്പിക്കുന്നതാണെന്നുള്ള ചിന്തിക്കുന്ന പലരും കണ്ടേക്കാം. പക്ഷേ ഇങ്ങനെയുള്ളവരാരും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ല. ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധ്യതമായാലും പിന്നെയും പുതിയ വ്യവസ്ഥകളും ന്യായീകരണങ്ങളുമായി അവർ തങ്ങളുടെ സമർപ്പണം കൊണ്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിൽ കൂടിയിട്ട് ഒരിക്കൽ തടാകത്തിന് തീരത്തിരുന്ന ചില സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. പത്രോസും സെബെദെയ്പുത്രന്മാരും രാവിലെ വല കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി മുഴുവൻ മുറുക്കം വിളിച്ച് വല എറിഞ്ഞിട്ടും അവർക്കൊരു കൊച്ചു മീനിനെ പോലും കിട്ടിയില്ല. പൊതുവെ മത്സ്യബന്ധത്തിൽ ഏർപ്പെടുന്നവരുടെ ജീവിതം ഓരോ ദിവസം കിട്ടുന്ന മത്സ്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് കടലിൽ പോയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇന്ന് അവരുടെ കുടലിൽ ഒന്നും ഉണ്ടാവുകയില്ല. ഓരോ ദിവസത്തെയും മത്സ്യം വിറ്റ് അന്നന്ന് ഉപജീവനം കഴിയുന്ന പത്രോസിൻ്റെയും കൂട്ടുകാരുടെയും മനസ്സ് നിറയെ സങ്കടവും നിരാശയുമായിരുന്നു. കർത്താവെ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന പത്രോസിൻ്റെ വാക്കുകളിൽ അത് നെളിക്കുന്നുണ്ടായിരുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തതിൻ്റെ ദുഃഖം, കയ്യിൽ ഒന്നുമില്ലാതെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന വൈഷമ്യങ്ങൾ, ഇതൊക്കെ ഇന്നും നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല പല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലുണ്ടായി കാണാം. ഈ അവസരത്തിലാണ് യേശു ആ രംഗത്തേക്ക് കടന്നു വരുന്നതും പത്രോസിൻ്റെ വഞ്ചി തനിക്കിരുന്ന് പ്രസംഗിക്കാനായി ചോദിക്കുന്നതും. യേശുവിന് ദൈവരാജ്യ പ്രഘോഷണത്തിനായി സ്വന്തം വള്ളം വിട്ടുകൊടുത്ത പത്രോസ് ഒടുവിൽ യേശുവിൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ വല നിറയെ മത്സ്യം കിട്ടി. പത്രോസിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടതിന് ശേഷമല്ല അവൻ യേശുവിനായി വെള്ളം കൊടുത്തത്, മറിച്ച് ശൂന്യതയുടെയും പരാജയത്തിൻ്റെയും നിമിഷങ്ങളിലും ഒരു വ്യവസ്ഥയും വയ്ക്കാതെ ദൈവത്തിനായി തൻ്റേത് വിട്ടുകൊടുത്തു. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് പത്രോസ് അന്ന് ചെയ്തത്. നമ്മുടെ പ്രശ്നങ്ങളിൽ പരിഹരിക്കപ്പെടാതെ കിടക്കുമ്പോഴും നാം ദൈവത്തിനായി കൊടുക്കാൻ സാധിക്കും. നമുക്ക് എങ്ങനെ കൊടുക്കാം? നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ആ ദൈവത്തിന് കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുക്കുമ്പോഴും അതും ആ കൊടുക്കലിന് പ്രത്യേകത ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. കുറെ കൂടി നല്ലവരായി ഇരുന്നിട്ട് ദൈവശുശ്രൂഷയ്ക്കായിട്ട് പോകാം. കടഭാരങ്ങൾ ഒഴിഞ്ഞിട്ട് ദശാംശം കൊടുത്ത് തുടങ്ങാം. അവൻ മനസ്സാന്തരപ്പെട്ടാൽ ക്ഷമ ചോദിച്ചാൽ ഞാൻ ക്ഷമിക്കാം. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയാൽ ഞാൻ അങ്ങനെ ചെയ്യാം. ഇതൊക്കെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയാത്ത, ദൈവത്തിൽ ശരണമില്ലാത്തവരും അഹങ്കാരികളുമായവരുടെ വാക്കുകളാണെന്നുള്ളതാണ് സത്യം. ആദ്യം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ നമ്മുടെ ജീവിതം ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. ജീവിത വഞ്ചിയുടെ വാടക ചോദിക്കാതെ തന്നെ അവിടത്തേക്ക് ഉപയോഗിക്കാൻ കൊടുക്കുക. അവിടുന്ന് പ്രതിഫലം നൽകുന്നവനാണ്. പക്ഷെ പ്രതിഫലത്തിന് വേണ്ടിയല്ല നമ്മൾ കൊടുക്കേണ്ടത്. സമ്പത്ത് നൽകി അവർ നമ്മെ അനുഗ്രഹിക്കും. ഏതവസ്ഥയിലും വ്യവസ്ഥയില്ലാതെ ജീവിതം ദൈവത്തിന് വിട്ടുകൊടുക്കണം. അങ്ങനെയുള്ളവരെയാണ് ദൈവം ശക്തമായി ഉപയോഗിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നത്. അത് ഭൗതികമായിക്കോട്ടെ ആത്മീയമായിക്കോട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ തന്നെ ശൂന്യവൽക്കരണത്തിൻ്റെ പാതയിൽ കൂടി നയിക്കപ്പെടുമ്പോഴും നമ്മളെ മുഴുവനായിട്ട് ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളായിരിക്കും നടക്കുക. നമ്മളിലും നമ്മുടെ ഭൗതിക മേഖലയിലും ആത്മീയ മേഖലകളിലും അത്ഭുതങ്ങൾ തന്നെ കടന്നു വരും. ആ സമർപ്പണത്തിൻ്റെ കുറവ് പരിഹരിച്ചു കൊടുക്കുക. അപ്പോൾ ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കും. കാരണം നമ്മിൽ ഏതെങ്കിലും
ഒരു വസ്തുവിൻ്റെ പൂർണ്ണമായിട്ട് ആ വസ്തു നീക്കം ചെയ്താൽ മാത്രമേ മറ്റൊരു വസ്തു അതിലിരിക്കാൻ സാധിക്കുള്ളൂ. അതായത് നമ്മളിലായിരിക്കുന്ന തെറ്റായ ബോധ്യങ്ങളെ നമ്മൾ മറച്ചു കളയുമ്പോൾ മാത്രമേ അതിൽ പുതിയൊരു വസ്തുവിനെ നിറയ്ക്കാൻ സാധിക്കുന്നുള്ള സത്യം നമുക്കറിയാം. അതുപോലെയാണ് നമ്മുടെ തെറ്റായ ചിന്തകളെ, ബോധ്യങ്ങളെല്ലാം മാറ്റി കളയുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെതായ ചിന്തകൾ, ജീവിതത്തിൻ്റെ പ്ലാനിങ് പദ്ധതികൾ നമ്മളിൽ കൂടി പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്താണ് വചനത്തിൽ നമ്മൾ പറഞ്ഞു കേട്ടത്, നിങ്ങൾ കൊടുക്കുക. അത് നിങ്ങൾ കാശ് കൊടുക്കുക എന്ന് നടത്തുന്നതല്ല, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ തന്നെ കൊടുക്കുക. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ട് തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, യാതൊരു വ്യവസ്ഥകളുമില്ലാതെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങളെ പാപങ്ങളും അവിശ്വസ്തതകളും പരിഗണിക്കാതെ അങ്ങ് ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്നു. നാഥാ, ഞങ്ങളുടെ ജീവിതത്തെ ഇതാ നിരുപാധികം അങ്ങേ കരങ്ങളിൽ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഏതവസ്ഥയിലും ഞങ്ങളെ കൈവിടാതെ കർത്താവെ, വ്യവസ്ഥ കൂടാതെ മറ്റുള്ളവരോട് ക്ഷമിക്കാനും പ്രതിഫലം നോക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവമേ, അങ്ങ് എപ്പോൾ വിളിച്ചാലും എവിടേക്ക് വിളിച്ചാലും ഉടനടി പ്രത്യുത്തരം നൽകാൻ മാത്രം ഞങ്ങൾ അങ്ങേ സ്നേഹിക്കാൻ ഇടവരുത്തട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ, ഈ സമയത്ത് ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരെയും കർത്താവെ, ഞങ്ങളെ ഭൗതികമായും ആത്മീയമായും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.